ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 59, ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. നിർഗദേവ പരിദത്തദൃഷ്ടയഃ ത്വദ്ഗതേന മനസാ മൃഗേക്ഷണാഃ വേണുനാദമുപകർണ്യ ദൂരദാ ത്വൻവിലാസകഥയാഭിരേമിരേ. അന്വയം, അർത്ഥം. മൃഗേക്ഷണ, മൃഗലോചനകളായ ഗോപികമാർ. നിർഗതേ, നിർഗമിക്കുന്ന. ഭവതി, അങ്ങിൽ. ദത്തദൃഷ്ടയ, കണ്ണർപ്പിക്കുന്നവരും. ത്വദ്ഗതേന, അങ്ങയിലെത്തിയ. മനസ്സോടുകൂടിയവരുമായി. ദൂരത, ദൂരത്ത് നിന്ന്. വേണുനാദം, വേണുവിൻ്റെ ശബ്ദം. ഉപകർണ്യ, കേട്ടിട്ട്. ത്വദ്വിലാസകഥയ, അങ്ങയുടെ ലീലാകഥ കൊണ്ട്. അഭിരേമിരെ, സന്തോഷിച്ചു. ഹരി ഓം. സാരം: കൃഷ്ണൻ വനത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൽ ദൃഷ്ടികൾ ഉറപ്പിച്ച് അദ്ദേഹം അകലെ മറയുമ്പോൾ മനസ്സ് കൃഷ്ണരൂപത്തിൽ ഉറയ്ക്കുകയും അകലെ നിന്നെത്തുന്ന വേണുനാദം കേൾക്കുകയും ഭഗവത് ലീലകൾ വർണ്ണിച്ച് സുഖമായി കഴിയുകയും ചെയ്തിരുന്നു ഗോപസ്ത്രീകൾ. ഹരി ഓം. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. കാനനാന്തമിതവാൻ ഭവാനവി സിക്തപാദപതലേ മനോരമേ വ്യക്തയാകിലത പാദമാസ്ഥിതഃ പ്രത്യപൂരയത വേണുനാളികാം. അന്വയം, അർത്ഥം. കാനനാന്തം, വൃന്ദാവനത്തിൻ്റെ ഉള്ളിൽ. ഇതവാൻ, പ്രാപിച്ച. ഭവാനവി, അങ്ങും. മനോരമേ, മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന. സ്നിഗ്ധപാദപതലേ, നനുത്ത മരച്ചുവട്ടിൽ. വ്യത്യയാകിലത പാദം, വ്യത്യസ്തമായി വയ്ക്കപ്പെട്ട കാലുകളോടുകൂടി. കാല് പിണച്ചു വച്ച. ആസ്ഥിതഃ, നിൽക്കുന്നവനായി. വേണുനാളികാം, വേണു സുഷിരത്തെ. പ്രത്യപൂരയത, വായു കൊണ്ട് നിറച്ച നാദമുണ്ടാക്കി. ഹരി ഓം. സാരം: അവിടുന്ന് വൃന്ദാവനത്തിൻ്റെ നടുവിൽ ചെന്നെത്തി വൃക്ഷഛായയിൽ